ക്ലാസ് 10th ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസിൽ പേജ് നമ്പർ 25 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 1/6 കണ്ടെയ്ൻ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ എന്തോന്നാണ്? പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എഫ് എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 1/3 തന്നിട്ടുണ്ട്. അതുപോലെ കോമൺ ഡിഫറൻസ് ഡി ഓർ നമ്മൾ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഫൈൻഡ് ചെയ്യുന്ന ആയതുകൊണ്ട് എ എന്ന് കൂടെ കൊടുക്കണം. ഡി അല്ലെങ്കിൽ എ വിച്ച് ഇസ് ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ട്? 1/6 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇതിനകത്ത് നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് എഴുതണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ അരിത്തമെറ്റിക് സീക്വൻസ് ഇതിനകത്ത് ലൈ ചെയ്യുന്നുണ്ടോ. ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ xn is equal to നമ്മൾ 3n plus b എന്ന് കൊടുത്തു കഴിഞ്ഞാൽ n-ന് 1 കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം കിട്ടണം. അതുപോലെ n-ന് 2 കൊടുക്കുമ്പോൾ സെക്കൻഡ് ടേം കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിന് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫൈൻഡ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് നാച്ചുറൽ നമ്പേഴ്സ് ആണോ ഇൻഡിജേഴ്സ് ആണോ ഏതാണ് ഇതിനകത്ത് ഉള്ളതെന്ന് നമുക്ക്, അതുപോലെ റാഷണൽ നമ്പേഴ്സ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫൈൻഡ് ചെയ്യാം. ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏതാണ് ഫോർമുല. xn is equal to an plus b. xn is equal to an plus b where a is the common difference and b എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ചെയ്ത് എഴുതണം. അപ്പോൾ xn is equal to an plus b ആണ്. അപ്പോൾ ഞാൻ ആ ഇക്വേഷനിൽ xn is equal to a ക്ക് പകരം എന്തോന്ന് കൊടുക്കാം? 1/6. ദാറ്റ് ഈസ് 1/6 പ്ലസ് b എന്ന് കൊടുത്തു. ഇനി നമ്മൾ 1/6 n-ന്റെ വാല്യൂ അതുപോലെ തന്നെ n എന്ന് തന്നെ കൊടുക്കണം. ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആയതുകൊണ്ട് ഇൻ ടേംസ് ഓഫ് n-ലായിരിക്കും ആൻസർ വരുന്നത്. That is xn is equal to 1/6 n plus b. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ബിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. എയുടെയും ബിയുടെയും വാല്യൂ മാത്രം മതി ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാനായിട്ട്. അപ്പോൾ ബിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ x1 കൊടുക്കുമ്പോൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ n-ന് 1 കൊടുക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ടേം കിട്ടണം. n-ന് 2 കൊടുക്കുമ്പോൾ എനിക്ക് സെക്കൻഡ് ടേം കിട്ടണം. അപ്പോൾ ഞാൻ n-ന് 1 കൊടുത്താൽ എനിക്ക് ഏത് കിട്ടണം? 1/3. ഫസ്റ്റ് ടേം ആയ 1/3 ദാറ്റ് ഈസ് x1 എന്ന് പറയുന്ന 1/3 എനിക്ക് കിട്ടണം. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ പുട്ട് n is equal to 1. പുട്ട് n is equal to 1. എവിടെയാണ് 1 കൊടുക്കുന്നത്? ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 ഈ ഇക്വേഷനിൽ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് n-ന് 1 കൊടുക്കുമ്പോൾ xn എങ്ങനെ മാറും? x1. x1 is equal to 1/6 into 1 plus b. ദാറ്റ് ഈസ് x1 is equal to 1/6 plus b എന്ന് കിട്ടും. x1-ന്റെ വാല്യൂ എത്രയാണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നതാണ് x1. ദാറ്റ് ഈസ് x1 is equal to 1/3. 1/3 equal to 1/6 plus b. ഇനി ബിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ബി ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 1/6 നെക്സ്റ്റ് സൈഡിൽ പോകുമ്പോൾ എന്തായി മാറും? മൈനസ് ആവും. ദാറ്റ് ഈസ് ബി ഇസ് ഈക്വൽ ടു 1/3 ഓൾറെഡി എന്ത് എഴുതും? ലെഫ്റ്റ് സൈഡിലുണ്ട്. അവിടെ നിന്ന് ഈ 1/6 കൂടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകണം. ദാറ്റ് ഈസ് 1/3 മൈനസ് 1/6. ഇവിടെ LCM എന്ന് പറയുന്നത് 3ഉം 6ഉം കൂടെ എടുക്കുമ്പോൾ LCM എത്ര വരും? 3 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര വരും? 1 വരും. അതുപോലെ 2 ദെൻ വീണ്ടും 2 ഉണ്ട് 1 1. അപ്പോൾ ഏതാണ് LCM? 3 into 2 6. LCM 6 ആവും. 6 ആവുമ്പോൾ എന്ത് ചെയ്യും? ഓരോ ടേമിനെയും നമുക്ക് ഈ ടേമിന് 6ന് ഇക്വലന്റ് ആക്കേണ്ട കാര്യമില്ല, കാരണം ഡിനോമിനേറ്റർ 6 തന്നെയാണ്. പക്ഷെ ഈ 1/3-നെ എന്ത് ചെയ്യണം? 6ന് ഇക്വലന്റ് ആക്കി മാറ്റണം. ദാറ്റ് ഈസ് 1/3 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? 6 ആക്കാൻ വേണ്ടി ഡിനോമിനേറ്ററിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ വാല്യൂയിൽ ചേഞ്ച് ഇല്ലാതിരിക്കാൻ വേണ്ടി ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് എന്തോന്നായി മാറും? 1/3 എന്നുള്ളത് 2/6 ആയി മാറും. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 2/6 minus 1/6 which is equal to 2 minus 1 എങ്ങനെയാവും? 1 ആവും. അതുപോലെ 6 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ 6 ആയിട്ട് തന്നെ എഴുതും. ഈക്വൽ ടു 1/6. ശരിക്കും ഇങ്ങനെയാണ് എഴുതുന്നത്. 2 minus 1 divided by 6. 2 minus 1 എത്രയാണ്? 1. 6 എന്ന് പറയുന്നത് LCM ആണ്. അതുകൊണ്ട് 6 ആയിട്ട് തന്നെ എഴുതും. ദാറ്റ്സ് ഈക്വൽ ടു ബിയുടെ വാല്യൂ നമുക്ക് 1/6 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ഈ കിട്ടിയ വാല്യൂ എടുത്ത് xn എന്ന് പറയുന്ന വേരിയബിളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പുട്ട് b is equal to 1/6 in equation 1. അപ്പോൾ എങ്ങനെ കിട്ടും? xn is equal to 1/6 n plus 1/6. ഇതാണ് nth ടേം എന്ന് പറഞ്ഞാൽ nth ടേം അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് xn is equal to 1/6 n plus 1/6 ആണ്.
ഇനി നമുക്ക് ഇതിൽ പ്രൂവ് ചെയ്യാനുണ്ട്. എന്താണ്? ഇതിനകത്ത് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ എന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് അത് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഈ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്ത് നോക്കണം ഇതിനകത്ത് നാച്ചുറൽ നമ്പേഴ്സ് വരുമോ എന്നുള്ളത്. ഈ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പൊസിഷന് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ ആ പർട്ടിക്കുലർ ടേം കിട്ടണം. 100ാമത്തെ പൊസിഷനിൽ ലൈ ചെയ്യുന്ന നമ്പർ കാണണമെങ്കിൽ എന്നിന് പകരം ഏത് കൊടുത്താൽ മതി? 100 കൊടുത്താൽ മാത്രമേ അതിനകത്ത് 100th പൊസിഷനിൽ ലൈ ചെയ്യുന്ന വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് അങ്ങനെ അനലൈസ് ചെയ്ത് ഇതിനകത്ത് നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഇൻക്ലൂഡഡ് ആവുകയുള്ളൂ എന്നുള്ളത് ഫൈൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ, പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി അത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ ഓൾജിബ്രിക് എക്സ്പ്രഷൻ xn is equal to 1/6n plus 1/6. ഇവിടെ LCM രണ്ടിലും കോമൺ ആയതുകൊണ്ട് 6 എന്ന് എടുത്തിട്ട് മേളിൽ 1/6n എന്ന് പറഞ്ഞാൽ എന്താണ്? n/6 ആണല്ലോ. അപ്പോൾ n+1/6 എന്ന് എഴുതിയാലും മതി. എഴുതിയതിനു ശേഷം ഇനി എന്തോ ചെയ്യണം? നാച്ചുറൽ നമ്പേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റണം? ഒരിക്കലും ഫ്രാക്ഷൻ വരാൻ പാടില്ല. നാച്ചുറൽ നമ്പേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വാല്യൂസിലാണ് ഇതിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നിന് ഏത് വാല്യൂ കൊടുത്താലാണ് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ഈ പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആവുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡിനോമിനേറ്ററിൽ ഒരിക്കലും ഫ്രാക്ഷൻ വരാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഏത് നമ്പർ നമ്മൾ ഇതിനകത്ത് എന്നിന് കൊടുത്താലും അത് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം? നമ്മൾ എന്നിന് കൊടുക്കുന്ന വാല്യൂവിനോടൊപ്പം ഈ +1 ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 6, രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് 12, അതുപോലെ മൂന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് 18, നാലാമത്തെ നമ്പർ എന്ന് പറയുന്നത് 24. ഇങ്ങനെയാണ് നമ്പേഴ്സ് പോകുന്നത്. അപ്പോൾ എന്നിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തോന്നായിരിക്കണം? ഫസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ 6 കൊടുക്കാൻ പറ്റൂല. എന്നിന് 6 കൊടുത്താൽ എന്തോന്നാവും? 6 + 1 7 ആവും. പക്ഷെ എന്നിന് 5 കൊടുത്താൽ എന്തോന്നാവും? 6 ആയി മാറും അല്ലെ. അപ്പം നമുക്ക് 6/6 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 1 കിട്ടും. അതുപോലെ എന്നിന് 12 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നിന് എന്തോ കൊടുക്കണം? 12 ന്യൂമറേറ്ററിൽ 12 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നിന് ഞാൻ 11 കൊടുത്താലേ എനിക്കിവിടെ 12 കിട്ടുള്ളൂ. 11 + 1 ആണ്. കാരണം n അല്ല, n+1 ആണ് മുകളിലത്തെ ടേം ന്യൂമറേറ്ററിലുള്ളത്. അപ്പൊ 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് ആൻസർ കിട്ടും. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? ഇഫ് വി ടേക്ക് n+1 as the numbers in the arithmetic sequence, n+1 if we take n+1 as the numbers in arithmetic sequence, അരിത്തമെറ്റിക് സീക്വൻസിലാവണമെന്നുണ്ടെങ്കിൽ n+1ന്റെ വാല്യൂ ഏതായിരിക്കണം? 6 ആയിരിക്കണം. ഒന്നുകിൽ 6 ആയിരിക്കണം, അങ്ങനെ 6 വരണം. കാരണം നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്പേഴ്സ് വരണമെന്നാണ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 ഇങ്ങനെ ഉള്ള നമ്പേഴ്സ് എല്ലാം ഈ സീക്വൻസിനകത്ത് വരണം. അപ്പോൾ 6 വരണം, പിന്നെ അതുപോലെ 12 വരണം. എങ്കിലേ 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1 കിട്ടുള്ളൂ. അടുത്തിവിടെ 12 വരുമ്പോൾ 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, കാരണം നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ n+1/6 ആണ്. അപ്പോൾ അതിനകത്ത് 6 മുകളിൽ ന്യൂമറേറ്ററിൽ 6 വന്നാൽ 6/6 1 ആവും. അതുപോലെ ന്യൂമറേറ്ററിൽ 12 വന്നാൽ 12/6 2 ആവും. അടുത്ത ന്യൂമറേറ്ററിൽ 18 വന്നാൽ 18/6 എത്രയാവും? 3 ആവും. അങ്ങനെ 6, 12, 18, 24 ഇങ്ങനെയുള്ള നമ്പേഴ്സ് n+1ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തോന്ന് വരുള്ളൂ? നാച്ചുറൽ നമ്പേഴ്സ് ഈ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഈ അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എന്നിന്റെ വാല്യൂ എന്തോന്നായി മാറണം? ബിക്കംസ് ഈ 6, 12, 18, 24 ഇത് കൊടുക്കുമ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സ് വരും. ഏതൊക്കെ വരും? ബിക്കംസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, all natural numbers, that is 1, 2, 3, 4 അല്ലെ, 4 എക്സെട്ര. കാരണം 6 വരുമ്പോൾ എന്ത് ചെയ്യും? 6 ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിൽ 6 വന്നാൽ താഴെ ഡിനോമിനേറ്ററിൽ 6 ആവും. അതുപോലെ ന്യൂമറേറ്ററിൽ 12 വന്നാൽ ഡിനോമിനേറ്ററിൽ എന്തോന്നായി മാറും? 12/6 കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ 1, 2 കിട്ടും. അതുപോലെ ന്യൂമറേറ്ററിൽ 18 വന്നാൽ 18/6 കൊടുക്കുമ്പോൾ എത്ര കിട്ടണം? എനിക്ക് 3 കിട്ടണം. അതുപോലെ ന്യൂമറേറ്ററിൽ 24 വന്നാൽ 24/6 കൊടുക്കുമ്പോൾ എനിക്ക് 4 കിട്ടും.
അപ്പോൾ അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്നിന് കൊടുക്കേണ്ട വാല്യൂ എന്നിന് 6 അല്ല കൊടുക്കേണ്ടത്. കാരണം എന്നിനോടൊപ്പം 1 ആഡ് ചെയ്താണ് ന്യൂമറേറ്റർ കിടക്കുന്നത്. അപ്പോൾ എന്നിന് എന്തോന്നാണ് കൊടുക്കേണ്ടത്? എന്നിന്റെ വാല്യൂ എന്തായിരിക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. സോ വി ടേക്ക് ദ നമ്പേഴ്സ് ആസ് take the values as n. എന്നിന് ഏതൊക്കെ വാല്യൂ എടുക്കേണ്ടി വരും? 5 എന്നും പിന്നെ അതുപോലെ 11 എന്നും 17 എന്നും അല്ലെ. 11 കാരണം 11നോടൊപ്പം 1 ആഡ് ചെയ്താലേ 12 വരുള്ളൂ. അതുപോലെ 17നോടൊപ്പം 1 ആഡ് ചെയ്താലേ 18 വരുള്ളൂ. അപ്പോൾ സോ വി ടേക്ക് n as the numbers in the sequence 5, 11, 17. എന്നിന്റെ വാല്യൂ എന്തോന്നൊക്കെ കൊടുക്കേണ്ടി വരും? 5, 11, 17, 24 വരണമെങ്കിൽ എന്നിന് എത്ര ആയിരിക്കണം? 24. ശരിക്കും n+1 ആണ് 24 അല്ലെ. n+1 ആണ് 24. അന്നേരം എന്നിന്റെ വാല്യൂ 24 - 1 23. ദാറ്റ് ഈസ് 23. അങ്ങനെയാണ് നോക്കേണ്ടത്. കാരണം n+1 6 ആവണം. 6 ആവണമെന്നുണ്ടെങ്കിൽ എന്നിന്റെ വാല്യൂ എന്തോന്നായിരിക്കണം? ന്യൂമറേറ്ററിൽ 6 ആവണം എന്ന് പറഞ്ഞാൽ n+1ന്റെ വാല്യൂ 6 ആവണം. That is n+1 is equal to 6, then n is equal to എന്തോന്ന് പറഞ്ഞാൽ 5 വരണം. അതുപോലെ n+1 12 ആവണമെന്നുണ്ടെങ്കിൽ n+1 is equal to 12, then n is equal to 12 - 1 11 ആവണം. അങ്ങനെ അടുത്ത മൂന്നാമത് എന്തോന്നാണ്? n+1 is equal to 18 വരണമെങ്കിൽ n is equal to 18 - 1, that is 17 ആവണം. അതുപോലെ എന്നിന്റെ വാല്യൂ n+1ന്റെ വാല്യൂ 24 വരണമെന്നുണ്ടെങ്കിൽ എന്നിന്റെ വാല്യൂ എന്തോന്നായി മാറണം? 24 - 1 23 ആവണം. അപ്പോൾ എന്നിന്റെ വാല്യൂ 24 - 1 ദാറ്റ് ഈസ് 23. ഇങ്ങനെയുള്ള വാല്യൂസ് വന്നാൽ മാത്രമേ എന്തോന്നാവുള്ളൂ? അരിത്തമെറ്റിക് സീക്വൻസിലെ നമ്പേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് വരുള്ളൂ. Therefore, put the values of n is equal to 5, 11, 17, 23. We get the natural numbers in arithmetic sequence. Numbers in the given arithmetic sequence. ഈ തന്നിരിക്കുന്ന arithmetic sequenceൽ എന്തോന്ന് വരുള്ളൂ? നാച്ചുറൽ നമ്പേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ എന്നിന്റെ വാല്യൂ 5 എന്നും 11 എന്നും 17 എന്നും 23 ഇങ്ങനെയുള്ള നമ്പേഴ്സ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓൾജിബ്രിക് എക്സ്പ്രഷനകത്ത് എന്തോന്ന് വരുള്ളൂ? നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുള്ളൂ. വിച്ച് ഈസ് ദ ആൻസർ. മനസ്സിലായല്ലോ? അപ്പം ഫസ്റ്റ് എന്ത് ചെയ്യണം? നാച്ചുറൽ നമ്പേഴ്സ് കാണാനായിട്ട് നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ ഏതാണ് ഇൻക്ലൂഡഡ് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എന്തോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫൈൻഡ് ചെയ്യണം. ഓൾജിബ്രിക് എക്സ്പ്രഷൻ 1/6 n + 1/6 എന്ന് കിട്ടി. അതിൽ പിന്നെ ന്യൂമറേറ്റർ നമ്മൾ 6 LCM ആയിട്ട് എടുക്കുമ്പോൾ n + 1/6 എന്ന് കിട്ടി. പിന്നെ ഇതിനകത്ത് നാച്ചുറൽ നമ്പേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിൽ എല്ലാം 6ന്റെ മൾട്ടിപ്ലൈ നമ്പർ ആയിരിക്കണം ന്യൂമറേറ്ററിൽ വരേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 6, 12, 18, 24 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് ന്യൂമറേറ്ററിൽ വരേണ്ടത്. അപ്പോൾ എന്നിന്റെ വാല്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? n+1ന് 6 കൊടുക്കുമ്പോൾ എന്നിന്റെ വാല്യൂ എനിക്ക് 5 കിട്ടും. അതുപോലെ n+1ന് നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 12 ആണെങ്കിൽ മാത്രമേ 2 എന്തോന്നായിട്ട് വരുള്ളൂ? 2 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ഈ സീരീസിനകത്ത് വരുള്ളൂ. കാരണം 12/6 ചെയ്യുമ്പം ആൻസർ 2 കിട്ടും. അങ്ങനെ ഓരോ നമ്പേഴ്സും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്നിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്ത് എഴുതണം. പുട്ട് ദ വാല്യൂസ് ഓഫ് n is equal to എന്നിന്റെ വാല്യൂ എന്തോന്നൊക്കെ കൊടുക്കണം? 5ഉം 11ഉം 17ഉം 23ഉം കൊടുക്കുമ്പോൾ we get the natural numbers in the given arithmetic sequence, which is the answer. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക.